ട്രക്കിങ്ങിനിടെ കാണാതായ ശരണ്യയെ 4 ദിവസത്തിന് ശേഷം കണ്ടെത്തി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ട്രക്കിങ്ങിനിടെ കുടകിൽ നിന്ന് കാണാതായ കോഴിക്കോട് സ്വദേശിനി ശരണ്യയെ കണ്ടെത്തി. 4 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ശരണ്യയെ ഇന്ന് വൈകിട്ടോടെ കണ്ടെത്തിയത്. തടിയന്റെമോൾ മലയുടെ താഴ്വാരത്തിൽ നിന്ന് തന്നെയാണ് ശരണ്യയെ കണ്ടെത്തിയത്. ജില്ലാ പോലീസ് മേധാവി അടക്കം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ശരണ്യയെ എത്തിക്കും. സംഭവത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരുന്നു. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം P. സന്തോഷ് കുമാർ MP ശരണ്യയുടെ ബന്ധുക്കളെ സന്ദർശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാടാനപ്പള്ളിയിൽ BJP പ്രവർത്തകർ കിറ്റ് വിതരണം ചെയ്തെന്ന പരാതിയെ തുടർന്ന് പ്രദേശത്ത് ശക്തമായ രാഷ്ട്രീയ സംഘർഷം. സംഭവവുമായി ബന്ധപ്പെട്ട് കിറ്റുകൾ സൂക്ഷിച്ചിരുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസസ് ഉടമ പ്രവീണിനെയും കിറ്റുകൾ ഓർഡർ നൽകിയ BJP പ്രവർത്തകൻ സുധീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാടാനപ്പള്ളി സെന്ററിന് സമീപമുള്ള ഗോഡൌണിൽ ഏകദേശം 1500-ലധികം കിറ്റുകളാണ് തയ്യാറാക്കി വെച്ചിരുന്നത്. BJP നേതാവ് രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നേരത്തെ ഒളരിയിലെ കാർത്തിക സൂപ്പർ മാർക്കറ്റിലും സമാനമായ രീതിയിൽ കിറ്റ് വിതരണം നടന്നതായി തെളിവുകൾ പുറത്തു വന്നിരുന്നു. അവിടെ 100-ലധികം കിറ്റുകൾക്ക് ഓർഡർ നൽകിയെന്നും 48 പേർ കൈപ്പറ്റിയെന്നും കടയുടമ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാകാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാ വിവരവും KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. വിഷയം കഴിഞ്ഞെന്നും ഇനി ചർച്ചയാകേണ്ടെന്നും പറഞ്ഞ് കൈ കഴുകാനുള്ള ശ്രമവും നടത്തി. ആപ്പ് വഴി സമാഹരിച്ച പണം സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. ആ പണം ഞാനും K. സുധാകരനും ചേർന്നാണ് പിൻവലിച്ചത്. പിന്നീട് ഭൂമി വാങ്ങി, VD സതീശൻ പറഞ്ഞു. ഇനി വീടുമായി ബന്ധപ്പെട്ട് പിരിവ് നടത്തില്ലെന്ന് പറയുന്നതിനോടൊപ്പം ആരെങ്കിലും പണം തന്നാൽ വാങ്ങുമെന്നും VD സതീശൻ പറയുന്നുണ്ട്. വീട് പണിയാൻ AICC ഫണ്ട് തരുമെന്ന് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. വീണ്ടും വിവാദ പ്രസംഗവുമായി കാസർഗോഡ് വനിതാ നേതാവ്. ആദർശങ്ങളും ആശയങ്ങളും പലതാണെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മൾ ഭിന്നിച്ച് പോവരുത് തുടങ്ങിയ പരാമർശങ്ങളാണ് ജില്ലാ സെക്രട്ടറി ആയിഷത്ത് ഫർഹാനയുടെ പ്രസംഗത്തിലുള്ളത്. ആദർശ ആശയ വ്യത്യാസങ്ങൾ സമൂഹത്തിനോ സമുദായത്തിനോ ദോഷം വരുന്ന രീതിയിലാവരുത്. നമ്മൾ ഒന്നിച്ചു നിൽക്കാനുള്ളവരാണ്. നമ്മൾ ഭിന്നിച്ചു പോയാൽ പരാജയമായിരിക്കും ഫലം എന്നുൾപ്പെടെയുള്ള ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് പ്രസംഗത്തിലുള്ളത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് 17-ാം വാർഡിൽ സംഘടിപ്പിച്ച ലീഗ് സംഗമത്തിലാണ് മതപരമായ കാര്യങ്ങളുള്ള വിവാദ പ്രസംഗം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ദുരൂഹത. ഇന്ന് ഉച്ചയോടെ പൂഴനാട് സ്വദേശിനിയായ യുവതി വീട്ടിൽ പ്രസവിച്ച കുഞ്ഞാണ് മരിച്ചത്. കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. യുവതി ഗർഭിണിയാണെന്ന വിവരം അറിയില്ലായിരുന്നുവെന്നും അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹത ഉയർന്നതിനാൽ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചു. കുഞ്ഞിന്റെ ശരീരത്തിൽ എങ്ങനെയാണ് മുറിവുകൾ ഉണ്ടായതെന്ന് പോലീസ് വിശദമായി അന്വേഷിക്കും. ഇറാനിൽ വെടിവെച്ചിട്ട അമേരിക്കയുടെ F-15E യുദ്ധവിമാനത്തിലെ 2ാമത്തെ ക്രൂ അംഗത്തെ US കമാൻഡോകൾ രക്ഷപ്പെടുത്തി. 2 ദിവസം നീണ്ടുനിന്ന നാടകീയമായ തിരച്ചിലിനൊടുവിലാണ് പശ്ചിമ ഇറാനിലെ മലനിരകളിൽ ഒളിച്ചിരുന്ന കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അമേരിക്കൻ പ്രത്യേക സേന പുറത്തെത്തിച്ചത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നാണിതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചു. അതേസമയം തിരച്ചിലിനിടെ അമേരിക്കയുടെ 3 വിമാനങ്ങൾ തകർന്നതായി ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. $115 ദശലക്ഷം വിലമതിക്കുന്ന ഒരു ഹെർക്കുലീസ് വിമാനം സാങ്കേതിക തകരാർ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് ഉയർന്നതായി റിപ്പോർട്ട്. വിവിധയിടങ്ങളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 6 ഇടങ്ങളിലാണ് അൾട്രാവയലറ്റ് തോത് ഉയർന്നത്. UV സൂചികയിൽ 8-10 വരെ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, ഒല്ലൂർ, തൃത്താല, പൊന്നാനി എന്നീ സ്ഥലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. UV സൂചികയിൽ 6-7 രേഖപ്പെടുത്തിയ കൊട്ടാരക്കര, കളമശ്ശേരി, ബേപ്പൂർ, മാനന്തവാടി എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ബംഗാളിൽ ജുഡീഷ്യൽ ഓഫീസർമാരെ തടഞ്ഞുവെച്ച സംഭവത്തിൽ NIA അന്വേഷണം ഊർജിതം. മാർഡയിലെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ NIA ശേഖരിച്ചു. ഏപ്രിൽ 1 രാത്രി എന്ത് സംഭവിച്ചു എന്നറിയാൻ CCTV ദൃശ്യങ്ങൾ സഹായിക്കുമെന്ന്
NIA വ്യക്തമാക്കി. ഇതിനു പുറമെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം സുരക്ഷാ ഭീഷണിയിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ കത്ത് ലഭിച്ചില്ല എന്ന് മാൾഡ ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഉത്തർപ്രദേശിൽ ISIS ഭീകരനെ അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് ATSഉം ഡൽഹി പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരൻ പിടിയിലായത്. റിസ്വാൻ അഹമ്മദ് എന്നയാളാണ് പിടിയിലായത്. 2015 മുതൽ റിസ്വാൻ അഹമ്മദിന് ISുമായി ബന്ധമുള്ളതായാണ് വിവരം. ഇന്ത്യയിൽ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നതിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പരിശോധനയിൽ ബോംബ് നിർമ്മാണത്തിലുള്ള ഉപകരണങ്ങളും ഒപ്പം ചില രേഖകളും റിസ്വാൻ അഹമ്മദിൽ നിന്ന് പിടിച്ചെടുത്തു. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഇറാനിലെ ബുഷർ ആണവ നിലയത്തിന് സമീപം തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആണവ വികിരണം പുറത്തുവരാൻ കാരണമായേക്കാമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ അപകടം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തയച്ചു. ആണവ നിലയത്തിന് സമീപം നടക്കുന്ന ആക്രമണങ്ങൾ മേഖലയിലാകെ ഗുരുതരമായ മാനുഷിക പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അപലപനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.